എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നാളെ വിഷു ആയതുകൊണ്ട് തന്നെ അഡ്വാൻസ്ഡ് വിഷസ് ഇന്ന് പറയുന്നുണ്ട്. നാളെ സമയം കിട്ടുമെന്നുണ്ടെങ്കിൽ വീഡിയോ ഇടും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിഷസ് അതിൽ പറയാം. അപ്പോൾ ഇനി ഇടാൻ പറ്റിയില്ലെന്നുണ്ടെങ്കില എന്ന് വിചാരിച്ചാണ് ഇപ്പം ഞാൻ അഡ്വാൻസ്ഡ് ഹാപ്പി വിഷു പറയുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ഇത് വെള്ളിയാഴ്ച ദിവസമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടത് വ്യാഴാഴ്ച നമ്മളുടെ ഇലക്ഷൻ്റെ വോട്ടിങ് ചെയ്യാൻ പോയതൊക്കെ ഇട്ടിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ഞാൻ ഇത്തിരി വെള്ളയപ്പം കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ റയൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഒന്ന് മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു. അല്ലെന്നുണ്ടെങ്കിൽ പപ്പക്കൊക്കെ എപ്പോഴും പുട്ടാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, റയനത് വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വെള്ളയപ്പം അപ്പോൾ കടല തലേദിവസം രാത്രി തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പകുതി എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ച് പകുതിയാണ് ഇപ്പോൾ നമ്മൾ കറി വെക്കുന്നത്. പിന്നെ വെള്ളയപ്പത്തിനുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അരിയും തേങ്ങയും എല്ലാം കൂടി ചേർത്തിട്ട് രാത്രി തന്നെ അരച്ച് വെച്ചിട്ട് സത്യത്തിൽ ഇന്ന് ഉറക്കം ഉണ്ടായിരുന്നില്ല. കാരണം രാവിലെ നമ്മൾ ആ മാവ് ഒരുപാട് അങ്ങോട്ട് പൊങ്ങിയൊഴുകി പോയാലെന്നുള്ളൊരിതിൽ ഒരു 3:30 മണി രാത്രി ആയപ്പോഴത്തേക്കും ഞാൻ എഴുന്നേറ്റിട്ട് നോക്കിയപ്പോഴത്തേക്കും മാവ് നല്ല രീതിയിൽ പൊങ്ങി നിൽക്കുന്നുണ്ട്. പിന്നെ നേരം വെളുക്കണവരെ വെച്ച് കഴിഞ്ഞാൽ അത് പൊങ്ങി ഒഴുകിപ്പോകും. അതുകൊണ്ട് ഞാൻ ആ ഒരു 3:30 മണിക്ക് എഴുന്നേറ്റിട്ട് മാവ് എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇത് പൊങ്ങാൻ വേണ്ടി പുറത്ത് വെക്കേണ്ടിയില്ലായിരുന്നു. അരച്ച് കഴിഞ്ഞ ഉടനെ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് നേരം വെളുത്തിട്ട് നമ്മൾ 5 മണിക്ക് എഴുന്നേക്കില്ല, ആ സമയത്ത് അത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിരുന്ന് പൊങ്ങിക്കോളും. അങ്ങനെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തോ അത് ഓർത്തില്ല, ഞാൻ പുറത്ത് തന്നെ വെച്ച്. അപ്പോൾ ഒരു തരി മാത്രമാണ് ബേക്കിംഗ് ഈസ്റ്റ് ഇടറുണ്ടായിരുന്നത്. പക്ഷേ പെട്ടെന്ന് തന്നെ പൊങ്ങിയിട്ടുണ്ടാകും. നല്ല ചൂടായതുകൊണ്ട് നമ്മളുടെ ഇത് ചൂട് സീസണല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച് രാത്രി ഞാൻ പറഞ്ഞില്ലേ 3:30 മണിക്ക് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് രാവിലെ എടുത്ത് പുറത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ആ പൊങ്ങിയ അത്രയും വെച്ചിട്ട് അത് സ്റ്റോപ്പായിട്ടുണ്ടായിരുന്നു, പിന്നെ പൊങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു അരി അരച്ച മാവിനേക്കാളും നമുക്ക് വെള്ളയപ്പം സോഫ്റ്റായിട്ട് കിട്ടുന്നത് അരിപ്പൊടി വെച്ച് ഉണ്ടാക്കുമ്പോഴാണ്. അരിപ്പൊടി വെച്ചിട്ട് ചെയ്യുമ്പോൾ രാത്രി വരെയും ഭയങ്കര സോഫ്റ്റായിട്ട് ഇങ്ങനെ തുണി പോലെ ഇരിക്കുന്ന വെള്ളയപ്പമാണ് കിട്ടുക. ഇപ്പോഴായിട്ട് ഞാനങ്ങനെ രാവിലെയൊക്കെ വെളുപ്പിനെ എഴുന്നേറ്റിട്ടൊക്കെ മിക്സി അടിക്കാനൊക്കെ എനിക്ക് തോന്നാറില്ല. അപ്പുറത്തെ വീട്ടുകാർക്കൊക്കെ ഒരു ശല്യം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വെച്ചാണ് ഞാൻ രാവിലെയൊക്കെ. അല്ലെങ്കിൽ നമ്മൾ ഈ അരിപ്പൊടി വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മളത് അപ്പം തന്നെ ഒന്ന് ആക്കി വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിലൊക്കെ പൊങ്ങി വരും. ഇപ്പോഴായിട്ട് ഞാനിത് കുറേ നാളായിട്ട് ചെയ്തിട്ട് ഇനി ചെയ്യണമെന്നുണ്ട്. പിന്നെ ചില അരിപ്പൊടി പശ കൂടുതലുള്ള അരിപ്പൊടിയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ആ സ്റ്റാർച്ച് ഒട്ടിപ്പിടിച്ചിട്ട് നമുക്ക് അപ്പം വിട്ടുപോരാത്ത അവസ്ഥയിലും ചില സമയത്ത് നോൺ സ്റ്റിക്കിലായപ്പോലും വിട്ടുപോരാത്ത അവസ്ഥയിൽ കിട്ടാറുണ്ട്. അപ്പോൾ ഏത് ടൈപ്പ് അരിപ്പൊടിയാണ് എന്നുള്ളത് നമുക്ക് പരീക്ഷിക്കേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ അന്ന് ഇത് കുളമായാൽ പിന്നെ വേറൊരു ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യേണ്ടി വരും. എത്ര എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് അബദ്ധങ്ങൾ വരും. ഈ മാവ് പുളിച്ച് പൊങ്ങേണ്ടതൊക്കെ ചില സമയത്ത് നമ്മൾ വിചാരിക്കാത്ത പോലെയൊക്കെ അബദ്ധങ്ങൾ വരും കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ വെള്ളയപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് പോയിരുന്നു കേട്ടോ. കഴിക്കാനുള്ള നേരമൊന്നും ആയിട്ടില്ല. അപ്പോൾ ഒരു ഇത്തിരി പുട്ട് കൂടി ഉണ്ടാക്കണമെന്നുണ്ട്. കാരണം പപ്പക്ക് വെള്ളയപ്പം വേണ്ടെന്നുണ്ടെങ്കിൽ പുട്ട് കഴിക്കാമല്ലാന്ന് വിചാരിച്ചിട്ട്. ആരാണ് പൊന്നാ? ഓ അമ്മ എന്താണിപ്പ കൊരക്കണത്? ഓലി ഇടണേണ്. ഓലല്ല അല്ല ഓലി ഓരിന്നും പറയുമെന്ന് തോന്നുന്നു. ഓലി ചണപ്പേ ഓ ആശ്വസിച്ചിട്ടടങ്ങി അവിടെ നിർത്തിയല്ല. അപ്പുറത്തെ വീട്ടിലെ 2 പേരുള്ളവരാണ് ആ ഓലിയിട്ടുണ്ട് ഇരുന്ന് വെച്ചതായിട്ട്. അത് കേട്ടാൽ റൂബി ഓലിയിടാൻ തുടങ്ങും. അതാണിപ്പോൾ കണ്ടത്. അവരെന്തെങ്കിലും ഒരു ശബ്ദമൊക്കെ അപ്പുറത്ത് നിന്ന് കേട്ട് കഴിഞ്ഞാൽ അവർ ഓലിയിടും. കാരണം അവരുടെ വീട്ടിൽ ആരും ഇല്ല, അവരെല്ലാം ജോലിക്കൊക്കെ പോയിട്ട് രാത്രിയാണ് വരണത്. അതുകൊണ്ട് തന്നെ അവർ ഒറ്റക്ക് നിൽക്കണോണ്ട് അവർക്ക് എന്തോ പേടിയാണ്, അങ്ങനെ എന്തോ എപ്പോഴും ഓലിയിടൽ പതിവാണ്. അത് കേട്ടാൽ റൂബിയും തുടങ്ങണേണ്. അപ്പോൾ അതാണ് ആ കേട്ടത്. അപ്പുറത്തെ 2 പേരുടെ കൂടെ റൂബി ഒന്ന് കമ്പനി കൊടുത്തതാണ് ആ കേട്ടത്. അപ്പോൾ അതേ വെള്ളയപ്പവും പുട്ട് അത് കഴിഞ്ഞിട്ട് പുട്ട്
ഉണ്ടാക്കി കുറച്ച്. അപ്പോൾ പപ്പ പുട്ട് തന്നെ, എനിക്കറിയാം പപ്പക്ക് പുട്ടും കടലക്കറി ആയിരിക്കുള്ളൂ ഇഷ്ടം. അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിച്ച് കഴിഞ്ഞ് ഏറ്റവും അവസാനമാണ് റോജർ വന്നിരുന്നത് കേട്ടോ. റോജർ ഇരിക്കണ ഇരിപ്പ് വേണ്ട. റോജറിന് എന്ത് ഫുഡ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ റോജറിന് യാതൊരു താല്പര്യമില്ല അതിന് റോജർ കഴിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ഇൻട്രസ്റ്റ് തോന്നില്ല. ഒരു ഭംഗിയായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാനോ ഒന്നും നമുക്ക് മനസ്സ് വരില്ല. അങ്ങനെയൊക്കെ തോന്നണമെങ്കിൽ റിച്ചാർഡ് തന്നെ വേണം. റിച്ചാർഡിനെ അതൊക്കെ കാണുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യും, അടിപൊളിയിട്ടാന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ റയനാണെന്നുണ്ടെങ്കിലും റോജറിനാണെന്നുണ്ടെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവർ പറയും, എന്തിനാണോ ഇങ്ങനെ കിടന്ന് താൻ വിഷമിക്കണത്, ഇതൊക്കെ അനാവശ്യ കാര്യങ്ങളല്ലേ, അങ്ങനെയൊക്കെ പറയും കേട്ടോ. എന്നെ സംബന്ധിച്ച് എനിക്ക് അലങ്കരിച്ച് വെക്കണതൊക്കെ ഭയങ്കര ഇഷ്ടം. പക്ഷേ അത് സപ്പോർട്ട് ചെയ്യുന്നതായി റിച്ചാർഡ് മാത്രമാണ്. സംഗതി നമുക്ക് പണി കൂടും എങ്കിലും എനിക്കൊരു സന്തോഷമാണ് അതൊക്കെ. ഏതായാലും റോജർ കഴിച്ചെന്നുള്ള പേര് വരുത്തിയിട്ട് റോജർ പോയി. റയൻ കഴിച്ചായിരുന്നു കേട്ടോ. റയനും കഴിച്ച് ഞാനും കഴിച്ച് പപ്പയൊക്കെ കഴിച്ച് ഏറ്റവും അവസാനമാണ് റോജർ വന്ന് കഴിച്ചിട്ടൊക്കെ പോയി. അപ്പോൾ ഇന്ന് ഇത്തിരി ചെമ്മീൻ ഫ്രിഡ്ജിൽ ബാക്കിയിരിക്കുന്നുണ്ട്. അത് വെച്ചിട്ടുള്ള 2 കറി മാത്രമാണ് ഉണ്ടാക്കുന്നത്. ചെമ്മീനും അച്ചിങ്ങയും കൂടിയിട്ട് വെച്ച് നല്ല ടേസ്റ്റാണ്. അത് ഞങ്ങളെല്ലാവരും തന്നെയും ഞങ്ങൾക്ക് കൊച്ചിയിൽ പുറത്തെ സ്ഥലങ്ങളിലേക്ക് എനിക്കറിയില്ല, കൊച്ചിയിൽ എല്ലാവരും പച്ചക്കറിയിൽ ചെമ്മീൻ ഇട്ടേക്കുള്ളൂ. എനിക്കൊന്നും സാമ്പാറിൽ മാത്രമേ ഇരിക്കുള്ളൂ ചെമ്മീൻ ഇടാത്തത്. അതുപോലെ തീയൽ അങ്ങനെയൊക്കെ. ഈ മെഴുക്ക് പുരട്ടി എന്ന് പറഞ്ഞ ഐറ്റംസിൽ കംപ്ലീറ്റ് ചെമ്മീൻ ഇട്ടാൽ വെക്കുക. അപ്പോൾ ഇന്നിപ്പോൾ ചെമ്മീൻ ഉള്ളതുകൊണ്ട് 2 എണ്ണത്തിലേക്കും കുറച്ച് ഉള്ള ചെമ്മീൻ പകുതിയായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാം ഒരേ ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. പച്ചക്കറികൾക്ക് വ്യത്യാസം വന്നതെന്ന് മാത്രം. ഒരെണ്ണത്തിനകത്ത് അച്ചിങ്ങ, ഒരെണ്ണത്തിനകത്ത് എന്താണ് വഴുതനങ്ങ. ആ 2 സാധനമാണെന്ന് മാത്രമേ ഉള്ളൂ. ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് തന്നെ. സവാളയൊക്കെ വഴറ്റിയിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടേ. പക്ഷേ നല്ല ടേസ്റ്റാണ്. ചെമ്മീനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ചതച്ച മുളക് ഇട്ടിട്ടില്ല കേട്ടോ. അച്ചിങ്ങയിൽ ഇവിടെ ഇരിപ്പുണ്ട്, എങ്കിലും ഇവിടെ അത്ര വലിയൊരു താല്പര്യമൊന്നും ഇല്ലാർക്കും, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. അങ്ങനെ അത് രണ്ടും ഒന്നിച്ച് തന്നെ അങ്ങോട്ട് വഴറ്റി ഒന്നിച്ച് തന്നെ അത് മൂടി അങ്ങോട്ട് വെച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് ഇടാം. അപ്പം റയൻ അച്ചിങ്ങൊലത്തിയത് ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്തൊരു സാധനമാണെന്ന് എനിക്കറിയാം. റോജർ അച്ചിങ്ങൊലത്തിയതും കഴിക്കും, ഇതും 2 സാധനങ്ങൾ കഴിക്കും. റയൻ ഈ എന്താണ് വഴുതനങ്ങ കഴിക്കും, പക്ഷേ അച്ചിങ്ങ കഴിക്കാറില്ല. എന്തോ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു പച്ചക്കറിയാണ് അച്ചിങ്ങ റയൻ. ബാക്കിയുള്ളതെല്ലാം തന്നെ കഴിക്കാറുണ്ട്. അപ്പോൾ ഇവർക്ക് ചിക്കൻ കറി ഫ്രിഡ്ജിലുണ്ട്. ചപ്പാത്തി തലേദിവസത്ത് ഇവർ മറ്റേ പുറത്തുനിന്നൊക്കെ ചിക്കൻ മേടിച്ചല്ല. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. രാത്രി അത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അത് ഫ്രിഡ്ജിൽ വെച്ചേക്കണേണ്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് എത്ര 2 ചപ്പാത്തിയേ ഇവർ കഴിക്കുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞിടാ ഇത് കൂടുതൽ വേണ്ടെങ്കിൽ എല്ലാം കൂടി എടുത്ത് ചൂടാക്കണ്ടല്ല, ആവശ്യത്തിന് എന്ന് പറഞ്ഞപ്പോൾ 2 ചപ്പാത്തി മാത്രം മതി. അതുകൊണ്ട് അങ്ങനെ 2 ചപ്പാത്തി എടുത്തിട്ട് ഞാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ച് ബാക്കി ഇതേ ഫ്രിഡ്ജിലോട്ട് അങ്ങനെ തന്നെ വെക്കണേട്ടോ. അപ്പോൾ നമ്മൾ ഈ ക്ലിംഗ് റാപ്പിൽ പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കട്ടെ. നമ്മൾ ഒരു പാത്രത്തിൽ അടച്ചു വെക്കണമെങ്കിലും നല്ലതായിട്ട് തന്നെയാണ് ക്ലിംഗ് റാപ്പിൽ ഇരിക്കുന്നത്. പുറത്ത് വെക്കാനാണെങ്കിലും ക്ലിംഗ് റാപ്പിൽ പൊതിഞ്ഞ് വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അങ്ങനെ ചപ്പാത്തി ചൂടാക്കാനായിട്ട് എടുത്ത് വെച്ച് പിന്നെ അത് ചിക്കൻ കറി, അതും ഇനിയുണ്ട് ചിക്കൻ കറി തീർന്നിട്ടില്ല, കുറച്ചുകൂടിയുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് പകർത്തിയെടുത്തതാണ് കേട്ടോ ചൂടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതായിരുന്നു അന്നത്തെ വെള്ളിയാഴ്ചത്തെ കുറച്ച് കാര്യങ്ങൾ കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഞായറാഴ്ച എഴുന്നേറ്റ് നോക്കുമ്പോഴേക്കും ഇവർ ശനിയാഴ്ച കാലത്ത് എഴുന്നേറ്റ് നോക്കുമ്പോഴേക്കും ഇവർ കഴിച്ചിട്ട് വെച്ചേക്കുന്ന 2 പാത്രങ്ങൾ. അപ്പോൾ ഇവർ രാത്രി സിനിമ കാണാനിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, 2 ആളും കൂടി, ചേട്ടനും അനിയനും കൂടി മുകളിൽ പോയിട്ട് സിനിമ കാണുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു, പപ്പയും കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഏകദേശം ഒരു 1:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇവർക്ക് വിശക്കാൻ തുടങ്ങി. ഇവരിക്കണല്ലേ, ഉറങ്ങണമെങ്കിൽ അറിയില്ല. അപ്പോൾ ഇവർ ഷവർമ ഓർഡർ ചെയ്ത് കഴിച്ചതാണ് കണ്ടത്. അതിൻ്റെ പാത്രം കഴിച്ചതൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. എന്നിട്ട് അവർ കിടന്നുറങ്ങി സിനിമയൊക്കെ കഴിഞ്ഞ് ഷവർമയൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ അത് തലേ ദിവസത്തെ രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴാണ് കണ്ടത്. അപ്പോൾ രാവിലെ ഞാൻ ഇഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമൻസിൽ കണ്ടായിരുന്നു, നല്ല സുന്ദരി ഇഡലിയാണല്ലോ, ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. പ്രത്യേകിച്ചൊന്നുമില്ല, ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചില സമയത്ത് ഇത് ഒട്ടിപ്പിടിച്ചൊക്കെ ഒരു ഭംഗിയില്ലാത്ത രീതിയിൽ ഒട്ടിപ്പിടിച്ചൊക്കെ ഇഡലി ആകാറുണ്ട്. അത് പല പല കാരണങ്ങൾ കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലത് ഒരുപാട് അങ്ങോട്ട് മാവ് ഓവറായിട്ട് പൊങ്ങി വല്ലാതെ അങ്ങോട്ട് ബബിൾസായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു മാവ് സാധാരണ അങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്ര പെർഫെക്റ്റായിട്ട് എനിക്ക് വരാറില്ല. അതിൻ്റെ ഒരു കറക്റ്റ് പരുവത്തിന് പൊങ്ങി വരുമ്പോൾ തന്നെ ഉണ്ടാക്കുമ്പോഴാണ് നല്ലതായിട്ട് വരണമായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ അരിയുടെ പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് സ്റ്റാർച്ച് ഒക്കെയുള്ള അരിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ലതായിട്ട് കിട്ടിയെന്നും വരില്ല. അരിയിലൊക്കെ ഒരുപാട് വ്യത്യാസമുള്ള അരികളുണ്ട്. അപ്പോൾ അത് നമുക്കറിയാൻ പറ്റില്ല. പിന്നെ ഞാനെന്താ ചേർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കപ്പ് അരി, 1 കപ്പ് അരിക്ക് 1/4 കപ്പ്
മതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉഴുന്ന്. കൂടുതൽ ഉഴുന്നെടുത്താലും അത് നന്നായിട്ട് വരില്ല. 1/4 കപ്പ് മതി. ചിലപ്പോൾ ഞാൻ അരക്കപ്പൊക്കെ ഇടുന്ന സമയം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും അത്രയും പെർഫെക്റ്റ് ആയിട്ട് വന്നായിട്ട് എനിക്ക് തോന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് 1/4 കപ്പ് ഇപ്പോൾ അതാണ് ഇടുന്നത്, അത് കറക്റ്റ് ആയിരിക്കുള്ളൂ. പിന്നെ ചോറാണെന്നുണ്ടെങ്കിലും ഒരു 1/2 കപ്പ് ചോറൊക്കെ അതിന് മതി. കൂടുതൽ ചോറും ഇടരുത്. കൂടുതൽ ചോറിട്ട് കഴിഞ്ഞാലും ചിലപ്പോൾ ഒരു പശ പോലെയൊക്കെ, അതായത് ഇങ്ങനെ ഒരു വേകാത്ത പോലെയൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ ആ ഒരു കണക്കിന് ഇപ്പം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കപ്പ് അരിക്ക് 1/4 കപ്പ് ഉഴുന്നും ഒരു 1/2 കപ്പ് ചോറും കൂടി ചേർത്തിട്ട് അരച്ച് കഴിഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉലുവ കൂടി ചേർത്തിട്ടൊക്കെ അരക്കാം. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഈ തട്ട് ശരിക്കും ചൂടായിട്ട് എണ്ണ പുരട്ടി ചൂടായ തട്ടിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ പോരും. ഇതൊന്നും ചെയ്യാതെ തന്നെയും ഒട്ടിപ്പിടിക്കാതെയൊക്കെ കിട്ടും. എങ്കിലും അങ്ങനെ എപ്പോഴും ഒട്ടിപ്പിടിക്കുന്നു എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കാനുള്ള കുറച്ച് ടിപ്സാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇഡ്ഡലിയുടെ കാര്യങ്ങൾ. പിന്നെ ഇഡലി ചട്നിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇപ്പോൾ സാമ്പാർ എന്താണെന്നറിയില്ല, സാമ്പാറിന് ഞാൻ വെറുത്തേക്കണുണ്ട്. ഞാൻ ഒരിക്കലും വെറുക്കുമെന്ന് വിചാരിക്കാത്ത 2 സാധനങ്ങൾ എനിക്ക് വെറുത്തിട്ടുണ്ട്. ഒന്ന് ബിരിയാണി, ഒന്ന് സാമ്പാർ. എനിക്കറിയില്ല, വർഷങ്ങളോളം ഈ വയസ്സ് വരെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന 2 വിഭവങ്ങളാണത്. ഇപ്പോൾ ഇനി ഉടനെ ഒന്നും സാമ്പാർ കാണൂല നിങ്ങൾ, കാരണം അത്രയും എനിക്ക് മടുത്തു പോയി. അല്ലെന്നുണ്ടെങ്കിൽ ഒരു സാമ്പാറും കൂടി തീർന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നെയും ഭയങ്കര കൊതി, അടുത്ത സാമ്പാർ വെക്കണം എന്നുള്ളൊരു ചിന്ത. അതുപോലെ തന്നെ ബിരിയാണി, എത്ര നേരം വേണമെങ്കിൽ എനിക്ക് ബിരിയാണി കഴിച്ചാൽ എനിക്ക് മടുക്കൂലെന്ന് ഞാൻ പറയാറില്ലേ. ഇപ്പം ഞാൻ മടുത്ത്. അപ്പോൾ അതുകൊണ്ട് സാമ്പാർ ഞാൻ ഉണ്ടാക്കണില്ല, അതാ സംഭവം. അല്ലെന്നുണ്ടെങ്കിൽ ഇതിനോടൊപ്പം സാമ്പാർ എന്തായാലും ഒക്കെ ഉണ്ടാകും. അതാണ് ഇപ്പോഴായിട്ട് ചട്നി മാത്രം ഇട്ട് കാണണം. അപ്പോൾ ഇത് നമ്മൾ ഡീമോൾഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മീതയിലേക്ക് കുറച്ച് വെള്ളം തളിച്ചതിന് ശേഷമാണ് ഇപ്പം ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഈ സ്പൂൺ വെള്ളത്തിൽ മുക്കിയിട്ട്, അതായത് വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് വിട്ടുപോരും. അതുപോലെ ഭയങ്കര ചൂടിൽ ഇത് എടുക്കാൻ നോക്കി കഴിഞ്ഞാലും അത് വിട്ടുപോയില്ല. അപ്പം ഞാൻ തീ ഓഫ് ചെയ്തിടും. ഇതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് ഈ മോൾഡിൽ തന്നെയല്ലേ നമ്മൾക്ക് ഒഴിക്കാനുള്ളത്. അപ്പോൾ തീ ഓഫ് ചെയ്തിടും. എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോരുകയും ചെയ്യും കേട്ടോ. അങ്ങനെയൊക്കെയാണ് ചെയ്യണത്. അപ്പോൾ കുറച്ച് ഉള്ളി ഉള്ളതും വെളുത്തുള്ളി ഉള്ളതൊക്കെ ഒന്ന് പൊളിച്ച് ക്ലീൻ ചെയ്ത് വെച്ച്, ഭയങ്കര വലിയ ഉള്ളിയായിരുന്നു, അതുകൊണ്ട് വേഗം എനിക്ക് പൊളിച്ചെടുക്കാൻ പറ്റി. അപ്പോൾ അത് ഇനി ഫ്രിഡ്ജിലേക്ക് മാറ്റാനുള്ളതാണ്. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആദ്യം ഞാൻ ഒരു ബാച്ച് ഇഡ്ഡലി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഏത്തപ്പഴം പുഴുങ്ങാൻ വെച്ച് അത് മാറ്റിയിട്ട് വീണ്ടും ഇഡ്ഡലി പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 2 ബാച്ചായിട്ട് ഇഡ്ഡലി പുഴുങ്ങി തീർന്ന് പിന്നെ ഏത്തപ്പഴമായിട്ടാണ് ഇന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ചട്നിയുടെ ഇതാണെന്നുണ്ടെങ്കിൽ പുളിയൊന്നും ഇടാറില്ല. ഇത്തിരി ചെറിയ ഉള്ളിയും പച്ചമുളകും മാത്രമേ ഇടാറുള്ളൂ. ഇവിടെ ഇഞ്ചിയൊന്നും ഇടുന്നതും അതുപോലെ പുളി ഇടുന്നത്, ഇപ്പോൾ ഇഡ്ഡലിക്ക് എന്തായാലും ഇത്തിരി പുളി കാണും. അപ്പോൾ പുളിയുള്ള ചട്നിയിൽ മുക്കുമ്പോൾ ഒരുപാട് പുളിയായിട്ട് തോന്നും. അതുകൊണ്ട് നമ്മൾ പുളി ഇടാറില്ല. ഇതാണ് കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത്. അങ്ങനെ തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചേക്കണോണ്ട് തന്നെ എളുപ്പത്തിൽ അതൊക്കെ ചെയ്യാൻ പറ്റിയിട്ട്. അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ പൊളിച്ച് വെച്ചേക്കണമല്ലേ, അപ്പോൾ അത് ഒക്കെ റെഡിയാക്കി. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച അല്ല, ഇതിപ്പോൾ ശനിയാഴ്ചത്തെ വീഡിയോ ആണിത്. അപ്പോൾ വെള്ളിയാഴ്ച റോജറിന് പോകണം എന്ന് പറഞ്ഞ് നിന്നേച്ചാണ് തിരിച്ച് ബാംഗ്ലൂർക്ക്. പക്ഷേ അവന് ശനിയാഴ്ച രാത്രി ഒരു കല്യാണമുണ്ട്. അപ്പോൾ അതുകൂടി കൂടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് അവൻ വെള്ളിയാഴ്ച പോയില്ല. അപ്പോൾ ശനിയാഴ്ച കല്യാണം കൂടിക്കഴിഞ്ഞിട്ട് ഞായറാഴ്ച പോകാമെന്നാണ് അവൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇന്ന് ശനിയാഴ്ച അവന് ഇത്തിരി മീനൊക്കെ കൂട്ടിയിട്ട് ചോറ് കൊടുക്കണം ഉച്ചക്ക്. രാത്രി അവൻ കല്യാണത്തിന് പോയിട്ട് അവിടെ നിന്നാണ് കഴിക്കുക. അപ്പോൾ ഉച്ചക്ക് ഇത്തിരി ചോറ് കൊടുക്കണം. പിന്നെ പിറ്റേ ദിവസം ഞായറാഴ്ചയും ഇത്തിരി നല്ല രീതിക്ക് ഇത്തിരി മീനെ കൂട്ടി ചോറ് കൊടുക്കണം എന്ന് വിചാരിച്ച് ഞാൻ പപ്പനം മീനിന് വിടാമെന്ന് വിചാരിച്ചെങ്കിലും പപ്പ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പപ്പയ്ക്ക് മേടിക്കാൻ അറിയില്ല. ഇപ്പോൾ ഒരു ദിവസത്തേക്ക് എത്ര മീൻ വേണം, 2 ദിവസത്തേക്ക് എത്ര, ഇതൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞാണ് വിടുന്നത്, ഒരു 2-3 ദിവസം കഴിക്കാനുള്ളത് മേടിക്കട്ടാ, കറിക്കുള്ളത് മേടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പപ്പയ്ക്ക് അത് അറിയില്ല. കൊണ്ടുവരുമ്പോൾ അന്ന് തീരാൻ പറ്റിയ രീതിയിൽ, അതും ബഡ്ജറ്റിൻ്റെ കുറേ കയറിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട. ഞാൻ അപ്പുറത്തെ വീട്ടിൽ പുറകിലെ വീടുകളിൽ എല്ലായിടത്തും ഒരു മീൻകാരൻ വരും. അപ്പോൾ എപ്പോഴും അയാൾ നല്ല വെറൈറ്റി കുറേ സംഭവങ്ങളൊക്കെ കൊണ്ടുവരും. അപ്പോൾ അത് അയാളെ ഒന്ന് വിളിക്കാം എന്നും പറഞ്ഞിട്ട് അപ്പുറത്ത് ഞാൻ ജാൻസിനോട് വിളിച്ച് പറഞ്ഞു, ഞാൻ മീൻകാരൻ വരുമ്പോൾ ഒന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ. കാരണം നമ്മുടെ ഷാജി ഇപ്പം മീൻ എടുക്കണില്ല, അപ്പോൾ ഓട്ടോ മാത്രമേ ഓടിക്കണത്. അതുകൊണ്ട് ഷാജി പറഞ്ഞില്ല. ഇനിയിപ്പോൾ ഷാജിനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല, കുറേ നാളായി ഷാജി മീൻ എടുത്തിട്ട്. അപ്പോൾ ഇനി ഞാൻ ഷാജിനെ നോക്കി ഇരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്കൊരു പുതിയ മീൻകാരൻ വേണം. അപ്പോൾ ഏതായാലും ഈ പുതിയ മീൻകാരനെ ഞാനിങ്ങോട്ട് ആശ്രയിച്ച്, അപ്പോൾ ആ പുള്ളി വേഗം ഇപ്പുറത്തേക്ക് വന്നിട്ടാ, പുറകിൽ നിന്ന് ചുറ്റി കറങ്ങി വരണം കേട്ടോ നമ്മളുടെ വീട്ടിലോട്ട്. എങ്കിലും അയാൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വേഗം വന്ന്, അപ്പോൾ അയാളുടെ കയ്യിൽ എനിക്ക് പറ്റുന്ന രീതിയിൽ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിലോപ്പി, കക്കിറച്ചി, ചെമ്മീൻ, അത് ചാള. അപ്പോൾ എല്ലാം 100 രൂപക്കാണ് കേട്ടോ. എല്ലാം 100 രൂപക്കാണ് മേടിച്ചത്. 400 രൂപയുടെ സാധനം. അപ്പോൾ നമുക്ക്
അപ്പോൾ ഇത് 3 ദിവസത്തേക്ക് ഉണ്ട്. പപ്പയുടെ അടുത്ത് ഞാനങ്ങനെ പറഞ്ഞിടും, പപ്പ 500 രൂപ മുടക്കിയിട്ട് മേടിച്ചുകൊണ്ട് വരും, പക്ഷെ ഒരു ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നമ്മൾക്ക് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഏതായാലും ഇങ്ങനെ മേടിച്ചത് കേട്ടോ. അപ്പോൾ എല്ലാം നല്ലതാണ്, ഒരു കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കക്കയിറച്ചി ക്ലീൻ ചെയ്യണത് എങ്ങനെയാണെന്ന് ചോദിച്ചതിന് വേണ്ടിയിട്ട് ഞാനിത് കാണിച്ചാണ് കേട്ടോ. ആദ്യം നമ്മൾ കക്കയിറച്ചിയുടെ അകത്ത് ആ ഒരു കക്കയുടെ ആ ഷെല്ല് ഭാഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതെല്ലാം പെറുക്കി കളയണം. അതിങ്ങനെ ഒരു ചെറിയ പാത്രത്തിലേക്ക് കുറച്ച് ഇട്ടിട്ട് അപ്പോൾ നമുക്ക് വേഗം പെറുക്കി കളയാൻ പറ്റും. അല്ലാതെ ആ ഒരു പാത്രത്തിൽ മൊത്തത്തിൽ കിടന്ന് പെറുക്കിയാൽ നമ്മളിങ്ങനെ തിരഞ്ഞിരിക്കേണ്ടി വരും. അപ്പോൾ ആദ്യം അത് പെറുക്കി ഒന്ന് മാറ്റിയിട്ട് ഇങ്ങനെ ഇതുപോലത്തെ അരിപ്പ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ അരിപ്പൊടിയൊക്കെ തെള്ളിയെടുക്കും, ആ അരിപ്പടകത്ത് ഇട്ടിട്ട് ടാപ്പിൻ്റെ അടിയിൽ വെച്ച് കഴുകുക. എല്ലാ മണ്ണും താഴെ കൂടി ഊർന്ന് പോകും. അല്ലാതെ ഇങ്ങനെ വാരി എടുത്ത് ക്ലീൻ ചെയ്യേണ്ട ഒരു കാര്യമില്ല കേട്ടോ. ഈസി ആയിട്ട് ഒരു മണ്ണ് പോലും ഇല്ലാതെ ക്ലീൻ ചെയ്യാൻ പറ്റും. അരിപ്പടകത്തിട്ട് ഇങ്ങനെ ടാപ്പിൻ്റെ അടി വെച്ച് കഴുകി കൊടുത്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ ക്ലീനിങ്. പിന്നെ കക്ക നെക്കി എടുക്കുകയെന്ന് വെച്ചാൽ വലിയ കക്ക മാത്രം നെക്കുള്ളൂ. അതല്ലാതെ ഈ ചെറിയ കക്കയൊന്നും നെക്കിയാലും പിന്നെ ഒന്നും ഉണ്ടാകില്ല, അതുകൊണ്ട് നെക്കാറൊന്നുമില്ല. അപ്പം ഞാൻ എല്ലാ മീനും ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടാ. അപ്പോൾ പിലോപ്പി ഏതായാലും ഞാനിപ്പോൾ എടുക്കണില്ല, എങ്കിലും മാരിനേറ്റ് ചെയ്ത് അങ്ങോട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. പിറ്റേ ദിവസം സൺഡേ ആണ്, അപ്പോൾ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഞാൻ ചെയ്യണത് കക്കയിറച്ചി ഒന്ന് ഫ്രൈ ആക്കാം, ഇത്തിരി ചാളയുള്ളതൊന്ന് കറിയാക്കി വെക്കാം. അപ്പോൾ അത് മാത്രമാണ് ഇന്ന് ചെയ്യണത്. ചെമ്മീനും നേരെ ഫ്രീസറിലോട്ട് മാറ്റുന്നതാണ്, അടുത്ത ദിവസം നമുക്ക് എടുക്കാം. അപ്പോൾ ശനിയാഴ്ചയും ഞായറാഴ്ചയും റോജറിന് ഇഷ്ടപ്പെട്ട രീതിക്ക് ഉണ്ടാക്കി കൊടുക്കുക. കക്കയിറച്ചിയൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട്. അതുപോലെ ഈ മീൻ വറുത്തതൊക്കെ ഇഷ്ടമാണ്, വലിയ കുഴപ്പമില്ല. വേറെ ഇപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാൻ പോയാൽ വേണ്ട മമ്മി ഫ്രൈ വേണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ചിക്കൻ കറി തന്നെയാണ് ഇപ്പോൾ സ്ഥിരമായിട്ടൊക്കെ വെച്ച് കൊടുക്കണത് കേട്ടോ. അപ്പം ഞാൻ ഒരു തേങ്ങ റൈനെ കൊണ്ട് പൊട്ടിച്ചവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തേങ്ങ ഒരു മുറി അങ്ങനെ തന്നെ കൊത്തിയെടുത്തിട്ടാ. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കക്കറിച്ച് വെച്ചപ്പോൾ ഇതുപോലെ തന്നെ തേങ്ങാക്കൊത്തിട്ട് ആ തേങ്ങാക്കൊത്ത് പോരാതെ വന്ന്. അപ്പോൾ തേങ്ങാക്കൊത്ത് അതിനകത്ത് നിന്ന് പെറുക്കി തിന്നാൻ നല്ല ടേസ്റ്റാന്ന് പറഞ്ഞുകൊണ്ട് ഇത്തവണ കുറേയധികം തേങ്ങാക്കൊത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട്. ഇവിടെ എല്ലാവർക്കും തേങ്ങാക്കൊത്ത് കഴിക്കണ ഇഷ്ടമാണ്, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിതിട്ട്. സാധാരണ തേങ്ങാക്കൊത്തിട്ട് ഇവിടെ വെക്കാമല്ല, അത് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വെക്കാത്ത. പക്ഷേ മറ്റുള്ളവർക്ക് ഇഷ്ടമല്ല എന്ന് വെച്ച് തേങ്ങാക്കൊത്തിട്ടിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത്തിരി സാധനങ്ങൾ കറി ഇത്തിരി കൂടി കിട്ടുകയും ചെയ്യും, എല്ലാം കൊണ്ടും നല്ലതാണ്. പിന്നെ ഇത്തിരി കുരുമുളക് പൊടി കുറവായിരുന്നു, അതുകൊണ്ട് കുരുമുളക് ഇത്തിരി പൊടിച്ചെടുത്തിട്ട് പിന്നെ ഞാനത് കഴുകിയില്ല. ജാറിൽ തന്നെ നമ്മൾ മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ളത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും തേങ്ങയും കൂടിയിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഇനി മീൻ കറിയും കൂടി വെച്ച് കഴിഞ്ഞാൽ പണി കഴിഞ്ഞ്. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ദിവസമാണ്, അപ്പോൾ എനിക്കിന്ന് പള്ളി ക്ലീൻ ചെയ്യാൻ പോകേണ്ട ദിവസം. അപ്പോൾ നമുക്ക് കൊല്ലത്തിലൊരു ദിവസമാണ് നമ്മളുടെ യൂണിറ്റിൻ്റെ കുർബാന വരണത്. അപ്പോൾ അതിൻ്റെ തലേ ദിവസം ശനിയാഴ്ച നമ്മളാണ് പള്ളി ക്ലീൻ ചെയ്യണത്. പിന്നെ പിറ്റേ ദിവസം രാവിലത്തെ കുർബാന നമ്മൾ കാഴ്ചവെപ്പും എല്ലാമായിട്ട് നമ്മളുടെ കുർബാനയായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് വൈകുന്നേരം പോകണം. അതിന് മുൻപായിട്ട് എനിക്ക് ഇവർക്ക് വൈകുന്നേരം കൊടുക്കാനൊരു സ്നാക്ക് കൂടി ഈ സമയത്ത് റെഡിയാക്കി വെക്കണം. അപ്പോൾ ഈ കക്കയിറച്ചിയുടെ അകത്തേക്ക് നമ്മൾ ഒരുവിധപ്പെട്ട പൊടികളെല്ലാം കൂടി വാരിയിട്ടിട്ടുണ്ട്. തോന്നണ പോലെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ ഇത്തിരി മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. സാധാരണ ചിലപ്പോൾ മല്ലിപ്പൊടിയാണ് ഒഴിവാക്കാറ്. മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി ഇത്ര എന്തായാലും ഇടും. മല്ലിപ്പൊടി ചിലപ്പോൾ ഇടുള്ളൂ. അപ്പോൾ ഇന്ന് ഇടാൻ തോന്നി ഇട്ട്. അപ്പോൾ അതും അവിടെ വേവിക്കാനായിട്ട് വെച്ച് അപ്പോഴേക്കും മീനിൻ്റെ അരപ്പൊക്കെ തിളച്ച് മീനും കൂടി ഇട്ട്. അപ്പോൾ ഞാൻ ബ്ലിങ്കിറ്റിൽ എനിക്ക് ഇത് ബ്രാൻ ഓയിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്, റൈസ് ബ്രാൻ ഓയിൽ. കാരണം എനിക്ക് ഈ കക്കയിറച്ചിയൊക്കെ ചെയ്യുമ്പോൾ റൈസ് ബ്രാനിൽ ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇപ്പോൾ വെളിച്ചെണ്ണയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ കറികൾക്ക് മാത്രം എടുക്കുന്ന മീൻ കറി, മീൻ വറുത്ത അതിന് എനിക്ക് വെളിച്ചെണ്ണ തന്നെ വേണം. വേറെ ബ്രാൻ ഓയിലൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. വെളിച്ചെണ്ണയുടെ രുചി വരുന്നത് തന്നെയാണ് ആ കറികൾക്ക് ഇഷ്ടം. അല്ലാതെ വെളിച്ചെണ്ണ വേറെ ഒന്നിലും ആകുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇവിടെ ആർക്കും തന്നെ ഇഷ്ടമല്ല വെളിച്ചെണ്ണ അങ്ങനെ ഒരുപാട് ആകുന്നത്, ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ വെളിച്ചെണ്ണ ഈ മീൻ കറിയുടെ ഇത് നമ്മൾ ഇറക്കുന്നതിന് മുൻപ് പച്ച വെളിച്ചെണ്ണ ഞാൻ പച്ചരപ്പിലാണല്ലോ വെച്ചത്. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അങ്ങോട്ട് തീ ഓഫ് ചെയ്തിട്ട് നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ ഞാൻ ബ്ലിങ്കിറ്റിൽ ഓർഡർ ചെയ്തത് ദേ വന്നിട്ടുണ്ട്. അപ്പോൾ പപ്പനെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു, ഒന്ന് മേടിച്ചിട്ടുണ്ട്. തന്നെ പുറത്ത് പൊരിഞ്ഞ വെയിലാണ്. അപ്പോൾ എനിക്ക് ചില സമയത്ത് അവിടെ പോയി നിന്നാൽ ചിലപ്പോൾ അവരിത്തിരി താമസിക്കും, അതുകൊണ്ട് പപ്പനെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പപ്പ തന്നെ മേടിച്ചു കൊണ്ടുവന്നു. അപ്പോൾ അതിനകത്ത് 4 ഐസ്ക്രീം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ദേ ഈ ബർഗർ ബൺ ഓർഡർ ചെയ്തിട്ടുണ്ട്. നേരത്തെയും ബർഗർ ബൺ ഓർഡർ ചെയ്ത് അത് ചളുങ്ങിയാണ് വന്നത്. ഇത്തവണയും ബർഗർ ബണ്ണ് ചളുങ്ങിയാണ് വന്നത്. 1/2 കിലോൻ്റെ എക്സോയൊക്കെ ഈ ബണ്ണിൻ്റെ മീതിലാണ് അവർ വെച്ചിട്ടുണ്ടാകുന്നത്. പിന്നെ എങ്ങനെ ചളുങ്ങാതിരിക്കും. പിന്നെ ദേ ഈ ഓയിൽ
ഓയിൽ 1 കിലോ, അത് 1 ലിറ്റർ അതുമൊക്കെ അതിൻ്റെ മീതലാണ് ഇട്ടേച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇത്രയും ബോധമില്ലാത്ത ആളുകളാണ്. ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള സാധനം മുകളിലല്ലേ വെക്കേണ്ടത്. പിന്നെ ഒരു ഹിറ്റ് കൂടിയിട്ട് മേടിച്ചിട്ടുണ്ട്, അത് നീക്കി വെച്ചതാണ്, ഒരു പാക്കറ്റ് പാല്, അങ്ങനെ അത്രയും സാധനം മേടിച്ച്. അപ്പോൾ ഇത് വേഗം തന്നെ കൈയോടെ പൊട്ടിച്ച് ഇത് കുപ്പിയിൽ ഒഴിക്കണം. പിന്നെ നമുക്കിപ്പോൾ അത്യാവശ്യമായിട്ട് ഉപയോഗിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ കക്കിയിറച്ചി വറുക്കാനുള്ള അതിനകത്തേക്ക് ചട്ടിയിലോട്ട് ആദ്യം ഒഴിച്ച് പിന്നെ 2 കുപ്പിയിലൊക്കെ നിറച്ച് വെച്ച്. പിന്നെ ഈ ബർഗർ ബണ്ണ് നേരത്തെ ഒരു ദിവസം മേടിച്ചിട്ട് ഉണ്ടാക്കാൻ പോയിട്ട് റോജർ സമ്മതിച്ചില്ല. വേണ്ട എന്ന് പറഞ്ഞിട്ട് അത് പപ്പ തന്നെ ചായ കൂട്ടിയിട്ടൊക്കെ കഴിച്ച് തീർത്തിട്ടാ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു ദിവസവും റോജർ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ചിക്കനും KFC മേടിച്ച് തന്നിട്ടുണ്ടായത്. അത് ഞാൻ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് KFCയുടെ ഒപ്പം ഇവർ ഈ ബർഗർ ബണ്ണ് കൂട്ടിയിട്ട് 2 എണ്ണം എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2 ബർഗർ ബൺ പപ്പ കഴിച്ച്. അപ്പോൾ അങ്ങനെ അത് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതൽ ആ ചിക്കൻ എടുത്ത് വെച്ചേക്കുന്നതാണ് ബർഗർ ഉണ്ടാക്കാനായിട്ട് പാറ്റീസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഏതായാലും അവൻ നാളെ പോകില്ല, അപ്പോൾ ഇന്ന് എന്ത് തന്നെയായാലും ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളൊരു ചിന്തയിൽ വീണ്ടും ബർഗർ ബൺ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ കക്കിയിറച്ചി വെന്തതും, അപ്പോൾ സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി വഴറ്റി ഒരുവിധം കളർ മാറുമ്പോഴാണ് ഈ കക്കിയിറച്ചി ഇട്ട് തേങ്ങക്കൊത്ത് ഇട്ടിട്ട് ഇനി നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണം. നല്ലപോലെ മറിച്ചെടുക്കണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇത്തിരി മസാലപ്പൊടികളുടെ കുറവുണ്ട് തോന്നിയാൽ ഇപ്പോൾ ഇതിൻ്റെ മീതയിൽ ഇട്ട് കൊടുത്തിട്ട് മൊരിച്ചെടുക്കുമ്പോൾ അത് നല്ല ടേസ്റ്റായിട്ട് ഒന്നുകൂടി ടേസ്റ്റായി വരും. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ചും കൂടി മസാലപ്പൊടികളൊക്കെ ഇതിൻ്റെ മീതയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ തേങ്ങ കൊത്തിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് കൂടിയ പോലെ തോന്നി. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ അതിൻ്റെ കാര്യം കഴിഞ്ഞു, ഉച്ചക്കത്തെ ആ കാര്യം കഴിഞ്ഞ്. അപ്പോൾ ഇനി ഏതായാലും ഞാൻ പള്ളി പോകുന്നതിന് മുൻപായിട്ട് തന്നെ ബർഗറിൻ്റെ കാര്യങ്ങൾ ചെയ്തു വെക്കാം. പള്ളിയിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് അതിങ്ങോട്ട് അസംബിൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി, പിന്നെ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോൾ ബർഗർ ബണ്ണിന് പാറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഇത്തിരി ഉപ്പിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, സവാള, ഈ 2 സാധനങ്ങൾ ഇട്ടിട്ട് അതും ഒന്ന് വളരെ നൈസായിട്ട് ഒന്നില്ലെങ്കിൽ ചോപ്പ് ചെയ്തെടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അരിഞ്ഞെടുക്കുക. കാരണം ഇതിനകത്ത് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അങ്ങനെ വലിയ പീസായിട്ട് കിടക്കരുത്. അപ്പോൾ നൈസായിട്ട് അരിഞ്ഞെടുത്താലും മതി. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വെന്ത് ചേർന്ന് വന്നോളും അതിൻ്റെ കൂടെ. വലിയ പീസാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പാറ്റീസ് ഷേപ്പ് ചെയ്യുമ്പോഴത്തേക്കും അതൊക്കെ ചാടി പുറത്തേക്ക് പോരും. അപ്പോൾ അങ്ങനെ അത് ഇപ്പോൾ നമ്മൾക്ക് ചോപ്പറുള്ളതുകൊണ്ട് ഭയങ്കര ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അതിട്ട് പിന്നെ ഇതിനകത്തേക്ക് സോയാ സോസാണ് ഇടാനുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുരുമുളക് പൊടി ഇടാം. ഞാൻ കുരുമുളക് പൊടിയൊന്നും അങ്ങനെ സാധാരണ ഇടാറില്ല. അപ്പോൾ ചില്ലി സോസാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ചില്ലി സോസിന് ഇത്തിരി എരിവുണ്ട്, അപ്പോൾ സോസിൻ്റെ ഒരു ടേസ്റ്റും. അപ്പോൾ അത് 2 സോസ് ഇട്ട് കൊടുത്ത് അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുത്തിയൊക്കെ പല ഒരു രുചി വ്യത്യാസത്തിലൊക്കെ നമുക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഗരം മസാലയൊന്നും ഇതിനകത്ത് ഇടരുത്. ഗരം മസാലയൊക്കെ ഇട്ടാൽ കട്ട്ലറ്റ് പോലെ ആയിപ്പോവും. ഗരം മസാല ഇടാൻ പാടില്ല. ബാക്കി ഇപ്പോൾ മുളക് പൊടി ഇടാം, മല്ലിപ്പൊടി ഇടണ്ട. മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആയിപ്പോവും. മുളക് പൊടി, കുരുമുളക് പൊടിയൊക്കെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല. എന്നിട്ട് അത് നമ്മുടെ ദോശക്കല്ലിൽ വെച്ചൊന്ന് ചുട്ടെടുക്കണം. അപ്പം ഞാൻ ഇത്തിരി കട്ടിക്ക് തന്നെ ഇത്തിരി കൂടുതലുള്ളതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ അത് പാറ്റീസിൻ്റെ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ട പോലെ വെച്ചിട്ട് ചട്ടുകം വെച്ച് ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഇതിലേക്ക് അങ്ങോട്ട് അമർന്ന് വരും. അപ്പോൾ ഇത് കറക്റ്റ് ഷേപ്പിൽ കിട്ടുമല്ല. പിന്നെ മുട്ട ഇതിനകത്ത് ചില സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കും. ഇന്ന് ഞാൻ ചേർത്ത് കൊടുത്തില്ല. മുട്ട ഇത്തിരി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പിടുത്തം കിട്ടും, പൊട്ടിപ്പോകാതെയൊക്കെ. ഇത് പൊട്ടിപ്പോകില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ അതൊന്നും ചേർത്തില്ല. ബ്രെഡ് ക്രംസ് ഇത്തിരി ഇട്ട് കൊടുത്തു. ഇത്തവണ ബ്രെഡ് ക്രംസാണ് ഇത് പതിവിൽ വിപരീതമായിട്ട് ഇട്ട് കൊടുത്ത്, അല്ലെന്നുണ്ടെങ്കിൽ മുട്ടേനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു ബർഗർ ബണ്ണൊന്ന് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ റിച്ചാർഡ് ഉള്ള സമയത്ത് ഞാൻ ഈ ബർഗർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒരു സ്മോക്ക് അടിപ്പിച്ചിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു സ്പെഷ്യൽ ഫ്ലേവറാണ്. ഇവർക്ക് ഇങ്ങനെയൊന്നും ചെയ്യണമെന്നൊന്നും ഒന്നുമില്ല. കാരണം അവർ അങ്ങനെ ചെയ്താലും ചെയ്തില്ലെങ്കിലും അവർ ഒരുപോലെ തന്നെയാണ് അത് കഴിക്കുക. അല്ലാതെ ഒരു പ്രത്യേകതയൊന്നും അവർക്ക് തോന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ പണി വെറുതെ അനാവശ്യമായി നമ്മൾ അധ്വാനിച്ചിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്മോക്കിന് ഒന്നും നിന്നില്ല. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചീസ് എടുത്ത് വെച്ചിട്ട് ചീസൊന്ന് ഉരുക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ അകത്തേക്ക് ഈ നമ്മൾ ആ പാറ്റിയുടെ മീതിലേക്ക് ചീസ് ഈ തട്ടിൽ തന്നെ നമ്മളുടെ ഈ ദോശ തവയിൽ തന്നെ വെച്ചിട്ട് ഒന്ന് സ്മോക്ക് ചെയ്ത് എടുക്കുന്നത്. പക്ഷേ ഇതൊന്നും ചെയ്തില്ല. ഇതെല്ലാം കൂടി സെറ്റാക്കി ഇതേ ഓവൻ്റെ അകത്തേക്ക് എടുത്ത് വെച്ച് പൂട്ടി. കാരണം എവിടെ വെച്ചാലും ഉറുമ്പ് വരും. ഈ ഒരു ചൂട് സമയത്ത് ഭയങ്കര ഉറുമ്പാണ്. അത്രയും ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഊണ് കഴിക്കാൻ വേണ്ടി പോണത് കേട്ടോ. അപ്പോൾ അത് ബർഗറിൻ്റെ കാര്യങ്ങൾ സെറ്റായി. ഇനി ഞാൻ പള്ളിയിൽ പോയി പള്ളിയുടെ ക്ലീനിങ്ങും കഴിഞ്ഞ് വന്ന് കഴിഞ്ഞിട്ട്
ചീസ് മാത്രം പുറത്തോട്ട് എടുത്താൽ മതി ഫ്രിഡ്ജിൽ നിന്ന്, ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ അതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പോയപ്പോഴത്തേക്ക് റയൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോയി, ഇനി എങ്ങാനും കല്യാണത്തിന് പോകണമെന്നും പറഞ്ഞ് ഞാൻ വന്നതിന് മുമ്പേ റോജർ ഒരുങ്ങി വന്നെയാണെന്നുണ്ടെങ്കിൽ ഈ ബർഗർ നീ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ, ഇങ്ങനെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്ത്. പക്ഷേ ഞാൻ വന്നപ്പോഴും റോജർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണമെന്ന്, റോജറിന് ശനിയാഴ്ച വർക്കുണ്ട്, അപ്പോൾ വർക്ക് കഴിഞ്ഞിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ വന്ന് പള്ളി ക്ലീനിങ് കഴിഞ്ഞ് വന്ന് വേഗം ചായയൊക്കെ ഇട്ട് അപ്പോൾ ഒരു 5 മണിയൊക്കെ ആയിട്ടുള്ളൂ. പിന്നെ ഈ ബർഗർ കൂടി സെറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് കൊടുത്താൽ മതി. അപ്പോൾ പോയപ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ അടുത്ത് വേറൊരു കാര്യം കൂടി പറഞ്ഞു വെച്ച്, പെരക്കകം തുടച്ചിട്ടില്ല, ഒന്ന് തുടച്ചിട്ടേക്കണേ. അപ്പോൾ അവൻ പറഞ്ഞ് അവൻ തുടച്ചിട്ടേക്കാം. പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അവൻ പറഞ്ഞ് മമ്മി വന്നപ്പോഴത്തേക്ക് ഞാൻ പള്ളിയിൽ നിന്ന് വരുമ്പോഴത്തേക്ക് റയനില്ല, റയൻ കുളിക്കാൻ കയറിയിരിക്കണേ. അപ്പോൾ പറഞ്ഞ് മമ്മി വന്ന ആ ഒരു സമയത്താണ് ഞാൻ പെട്ടെന്ന് തുടച്ചിട്ട, കാരണം ഞാൻ ഉറങ്ങിപ്പോയി മമ്മി, തളർന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ അവന് മാനസികമായിട്ട് ഭയങ്കര ഒരു ഇതിൽ നിൽക്കണോണ്ട് തന്നെ തളർന്നുറങ്ങിപ്പോയി ആൾ. അവൻ്റെ പോകണ കാര്യം ഇതുവരെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ അത് ഞാൻ ഒന്നുകൂടി പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു ജോലിയല്ല കേട്ടോ, ഇവൻ പോകുന്നത് ജോലിക്കല്ല, ഇവൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഇവൻ 5 മാസം കൂടി ആ പഠനം കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതാണ് പോകാൻ നിൽക്കുന്നത്. അത് കഴിഞ്ഞാലേ ജോലിയുടെ മെയിനായിട്ടുള്ള ആ ഒരു വലിയ കോഴ്സിലേക്ക് ഇവന് കടക്കാൻ പറ്റുള്ളൂ. ഈ സി ടൈം കഴിഞ്ഞ് കിട്ടണം. ഈ 5 മാസത്തെ സി ടൈമാണ് ഇവനിപ്പോൾ കിട്ടാതെ പെൻഡിങ്ങിലായി ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മാനസികമായിട്ട് വളരെ വിഷമത്തിലാണ് ഞങ്ങളെല്ലാവരും. കാരണം ഇത് ഒരു 5 മാസത്തെ കഴിഞ്ഞാലേ അവന് പഠിക്കാനുള്ള കോഴ്സിലേക്ക് ഇനി കയറാൻ പറ്റുള്ളൂ. ഇപ്പോൾ റിച്ചാൻ്റെ പോലെ ഓഫീസറാകാനായിട്ടുള്ള കോഴ്സിലേക്ക് ഇനി കയറണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സി ടൈം അവന് കിട്ടണം. അപ്പോൾ ഇത് ഇവൻ്റെ പഠനത്തിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ടേ. അപ്പോൾ നമുക്ക് കമ്പനി മാറാൻ പറ്റില്ല, കാരണം നമ്മളൊരു കമ്പനിയിൽ എന്ന് വെച്ചാൽ ഒരു കോളേജിൽ ജോയിൻ ചെയ്തതാണ്. അപ്പോൾ അവർ തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. അതിൻ്റെ പൈസയൊക്കെ നമ്മൾ കൊടുത്ത് കഴിഞ്ഞ്, ഞാൻ പറഞ്ഞില്ല, ഏകദേശം 10 ലക്ഷം രൂപയോളമാണ് റയന് ഫീസായിട്ട് ഒരു വർഷം നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് അവരുടെ ഉത്തരവാദിത്വമാണ്, അവരുടെ കമ്പനിയിൽ സി ടൈം കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യണത്. അല്ലെങ്കിൽ നമ്മൾ ഈ കമ്പനിയൊക്കെ വിട്ട് വേറെ കമ്പനിയിൽ ജോലിക്ക് പോകാം, പക്ഷേ അതല്ല, പഠനത്തിൻ്റെ ഭാഗമായതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു വിഷമമൊക്കെ അവനുള്ളത് കൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ഞാനുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കൂടി ഇങ്ങനെ സംസാരിച്ച് നടക്കും. അപ്പോൾ ആരുമില്ല, റോജർ വർക്ക് ചെയ്യണല്ലേ, ആൾ ഉറങ്ങിപ്പോയി. പെട്ടെന്ന് അവനിങ്ങനെ ഉറക്കത്തിൽ നിന്ന് ചാടി കഴിഞ്ഞിട്ട് അയ്യോ മമ്മി തുടക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയ്യോ ഒന്നും പറഞ്ഞിട്ടില്ലേ, ബോധമില്ലാത്ത രീതിയിലാണ് അവൻ തുടച്ച് തീർത്തിട്ട് വേഗം കുളിമുറിയിലേക്ക് കുളിക്കാൻ കയറിയത്. ആ സമയത്താണ് ഞാൻ തിരിച്ചു വന്നത്. ഞാൻ പറഞ്ഞു എന്തിന് ചെയ്യാൻ പോയി, തുടച്ചില്ലെന്നും പറഞ്ഞിട്ട് എന്താണ്, ഒരു കുഴപ്പമില്ല, നീ കിടന്ന് ഉറങ്ങായിരുന്നില്ലേ. അപ്പോൾ അവൻ അത് കുഴപ്പമില്ല മമ്മി, ഞാനത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ശരിക്കും സങ്കടം. എനിക്ക് അങ്ങനെയൊക്കെയാണ്, കാരണം എനിക്കും അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളൊക്കെ ഇങ്ങനെ വിഷമം കൊണ്ട് തളർന്നുറങ്ങുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ആ ഒരു വിഷമം വെച്ച് ആ ഉറക്കച്ചടവോടുകൂടി എഴുന്നേറ്റൊക്കെ ചെയ്തതൊക്കെ നമ്മൾക്കും ഒരു സമയമൊക്കെ എപ്പോഴും ഉണ്ട്, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഓർത്തപ്പോഴേക്കുമാണ് ഞാൻ പറഞ്ഞത്, അയ്യോ എന്തിനാണ് നീ തുടക്കാൻ പോയത്, എനിക്ക് അങ്ങനെയൊക്കെ ഭയങ്കര വിഷമമാണ്. അപ്പോൾ അതൊന്നും കുഴപ്പമില്ലടോ എന്ന് പറഞ്ഞു. അങ്ങനത്തെ റോജർ വന്ന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ബർഗറൊക്കെ കൊടുത്തിട്ടാ, ബർഗർ കൊടുത്ത് 2 ആളും നല്ല രീതിയിൽ അത് കഴിച്ചു. അപ്പോൾ റയൻ ഒരെണ്ണം കഴിച്ചുള്ളൂ, റോജർ 2 കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഫുഡൊക്കെ കഴിക്കുമ്പോൾ രാത്രി ആകുമല്ലോ, അപ്പോൾ അതുവരെ പിടിച്ച് നിൽക്കാമല്ല, കഴിച്ചിട്ട് പോകുന്ന പറഞ്ഞു. അത് ഇഷ്ടപ്പെട്ട് ആൾ കഴിച്ചെന്ന്, ഇഷ്ടപ്പെട്ടെന്നൊന്നും പറയൂല കേട്ടോ, ആൾ കഴിച്ച്. റയൻ ഒരെണ്ണേ കഴിച്ചോളൂ. അണ്ട് റയൻ പറഞ്ഞു ഒരെണ്ണം താനെടുത്തോ. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, അത് നീ വെച്ചോ, രാത്രി നീ കഴിക്കുമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ രാത്രി കഴിച്ചോളൂ, കാരണം അവന് ഇഷ്ടമാണെന്നറിയാം. അപ്പോൾ ആ സമയത്ത് അവൻ എന്തോ ഒരെണ്ണം കഴിച്ച് മതിയാക്കിയതാണ്. എനിക്കൊന്നിനും എനിക്ക് തരാൻ വേണ്ടിയിട്ടായിരിക്കാം. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, അത് നീ തന്നെ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് അത് എടുത്ത് ഞാൻ മാറ്റി വെച്ച് രാത്രി കഴിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പറഞ്ഞു അന്നേ പിന്നെ രാത്രി ഞാൻ ഊണ് കഴിക്കില്ല. അപ്പം പറഞ്ഞു വേണ്ട, ഊണ് കഴിക്കണ്ട, അത് കഴിച്ചാൽ മതി. അങ്ങനത്തെ ചേട്ടനെ ഒരുക്കി കൊടുത്താണ് കേട്ടോ. ചേട്ടൻ ഷൂ കെട്ടി കൊടുക്കാനൊക്കെ വിളിച്ചപ്പോൾ അങ്ങനെ ഷൂ ഒക്കെ കെട്ടി കൊടുത്തത് അതൊക്കെ വെറുതെ പറയണതാണ് കേട്ടോ. റോജർ അങ്ങനെ ജീവിക്കുന്ന ആളൊന്നുമല്ല, ഒരു പുന്നാരം കണക്കേ പറയണതാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്തൊക്കെ കൊടുത്ത് ചേട്ടനെ യാത്രയാക്കണേ. അപ്പോൾ റോജർ പ്ലെയിൻ ഗ്ലാസ്സാണ് കേട്ടോ വെക്കണത്, പവർ ഗ്ലാസ് ഒന്നും അല്ല. ഡ്രൈവ് ചെയ്യുമ്പോൾ പ്ലെയിൻ ഗ്ലാസ് വെക്കും, ഇപ്പോൾ കമ്പ്യൂട്ടറിന് മുമ്പിലിരിക്കുമ്പോഴും പ്ലെയിൻ ഗ്ലാസ് വെക്കും. അപ്പോൾ റോജറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചത് എത്ര മണിക്കാണ് വരിക തിരിച്ച്. അപ്പോൾ പറഞ്ഞ് അത് പറയാൻ പറ്റില്ല മമ്മി, കൂട്ടുകാരുടെ അവരവിടെ നിന്ന് കുറച്ച് ടൈമൊക്കെ സംസാരിച്ചാൽ ഇങ്ങനെ നീണ്ടു പോകും. അപ്പോൾ ഏകദേശം ഒരു 12:45 റോജർ തിരിച്ചു വന്നത് കേട്ടോ രാത്രി. അപ്പോൾ ഇത്ര ഉണ്ടാകുന്നുള്ളൂ. വീഡിയോ ഫൈൻഡപ്പ് ചെയ്യുന്നു. നാളെ വീണ്ടും കാണാം. താങ്ക്